ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിയാസറാസ് കുക്ക് ബുക്ക്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന, കുക്കറിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതായത് ഇതിപ്പോൾ ഓതൻറ്റിക് ആയിട്ടുള്ളൊരു റെസിപ്പിയൊന്നും ആയിരിക്കില്ല. ഞാൻ എൻ്റെ വീട്ടിൽ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് ആ ഒരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഞാൻ അതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക സൺഫ്ലവർ ഓയിൽ തന്നെ ആയിരിക്കും. പിന്നെ ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി കരിഞ്ഞു പോകും. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1/4 ടീസ്പൂൺ ജീരകമാണ്, ചെറിയ ജീരകം. 2 വറ്റൽമുളക് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് തന്നെ വഴറ്റിയാൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. ഇനി ഞാനിതിലേക്ക് 3-4 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും അതുപോലെ തന്നെ 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ഞാനിതിലേക്ക് ഒരു വലിയ സവാള കൊത്തിയരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇവയെല്ലാം കൂടെ വഴറ്റി ഈ സവാളയൊക്കെ ഒന്ന് വാടി വരണം നല്ല രീതിയിൽ. ഇനി ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ആ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി കിട്ടണം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നത് ഒരു കളറിന് വേണ്ടിയിട്ടാണ്. നമ്മൾ എരിവിന് ആവശ്യത്തിന് പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇനി ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. വലിയ സൈസ് തക്കാളി ആണെന്നുണ്ടെങ്കിൽ ഒരു 4 എണ്ണം ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഒരു മീഡിയം ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരു 5 എണ്ണം ഒക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളി നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചിട്ട് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവും. മിക്സിയിൽ അടിച്ചിട്ട് ചേർക്കുമ്പോഴേക്കും നമുക്ക് പിന്നെ വീണ്ടും ഇത് വേവിക്കാനായിട്ട് വെക്കേണ്ട ആവശ്യം വരില്ല. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റിയെടുത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കണം. ആ തക്കാളി ഒന്ന് നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടണം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അതായത് ഇപ്പോൾ 1 കപ്പ് അരിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോഴേക്കും 1.5 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത്. അപ്പോൾ അത്യാവശ്യം തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് ടൈം എടുക്കില്ല. അപ്പോൾ ഞാൻ വെള്ളം ചേർത്തു. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നപ്പോഴേക്കും കഴുകി വെച്ചിരിക്കുന്ന അരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം, ആ ഒരു അളവിലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് അരിയാണ്. അപ്പോൾ അതിനനുസരിച്ച് 3 കപ്പ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. ചേർത്തിരിക്കുന്ന അരി എന്ന് പറയുന്നത് നമ്മുടെ കൈമ റൈസാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാനിത് 2 വിസിലാണ് വേവിക്കുന്നത്. ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ വിസിലിട്ടിട്ട് വേവിച്ചിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഒന്ന് സെർവ് ചെയ്യാം. ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നല്ല നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ നമുക്കിതിലേക്ക് കാഷ്നട്ട് ഒക്കെ ഒന്ന് വറുത്തിട്ട് ചേർക്കണമെങ്കിൽ, റൈസിൻസ് ഒക്കെ വറുത്തിട്ട് ചേർക്കണമെങ്കിൽ അതും ചെയ്യാം. അതുപോലെ കപ്പലണ്ടിയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിത് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല വിട്ട് കിടക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കുക്കറിൽ ഉണ്ടാക്കിയിട്ടും. ഇനി നമുക്ക് ഇതിൽ സൈഡായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് സാലഡും അതുപോലെ തന്നെ പപ്പടമാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.